നമസ്കാരം. കെ ടി സിയുടെ 10ാമത്തെ എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഗവൺമെന്റ് ജീവനക്കാരുടെ ശമ്പളവും മറ്റ് അലവൻസുകളെയും പറ്റിയുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം, ഗസറ്റഡ് ജീവനക്കാർ അവർക്ക് ഗസറ്റഡ് ജീവനക്കാർ സെൽഫ് ഡ്രോയിങ് ഓഫീസേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. സ്വന്തമായി ശമ്പളം എഴുതിയെടുക്കാൻ കഴിയുന്ന ജീവനക്കാരാണ് ഗസറ്റഡ് ഓഫീസർമാർ. പക്ഷേ അവരുടെ ശമ്പളം അക്കൗണ്ടന്റ് ജനറൽ നൽകുന്ന പേ സ്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ശമ്പളം എഴുതാൻ പറ്റുള്ളൂ. പേ സ്ലിപ്പിൽ പറഞ്ഞിരിക്കുന്ന ബേസിക് പേ ആയിരിക്കണം, അതിൽ പറഞ്ഞിരിക്കുന്ന ഡി ആയിരിക്കണം, ദെൻ അതിൽ പറഞ്ഞിട്ട് ആ പേ സ്ലിപ്പിൽ പറഞ്ഞിരിക്കുന്ന ട്രഷറിയിൽ നിന്നായിരിക്കണം നമ്മൾ അത് മാറാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള കുറേ കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ പേ സ്ലിപ്പ് അക്കൗണ്ടന്റ് ജനറലിന്റെ പേ സ്ലിപ്പിലൂടെ മാത്രമേ ഗസറ്റഡ് ജീവനക്കാരുടെ ശമ്പളം മാറാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്ന കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞു. ഇനി നോൺ ഗസറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഒരു ഓഫീസിൽ തന്നെ സ്ഥിരം എസ്റ്റാബ്ലിഷ്മെന്റുകാരുണ്ടാവും, താൽക്കാലിക എസ്റ്റാബ്ലിഷ്മെന്റുകാരുണ്ടാവും, സർവീസ് ബുക്ക് വെച്ച് പോരാത്ത എസ്റ്റാബ്ലിഷ്മെന്റുകാരുണ്ടാവും, സർവീസ് ബുക്ക് ഇല്ലാത്ത എസ്റ്റാബ്ലിഷ്മെന്റുകാരുണ്ട്. ഈ മൂന്ന് വിഭാഗങ്ങൾക്കും 3 ഭാഗങ്ങളുള്ള ഒരു ബില്ലിൽ തന്നെ നമ്മൾ ശമ്പളം ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഒരു ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർ ഗസറ്റഡ് ഓഫീസർ അല്ലെങ്കിൽ സാലറി ബില്ല് തൊട്ടടുത്ത ഇമ്മീഡിയറ്റ് ഹയർ ഓഫീസർ കൗണ്ടർ സൈൻ ചെയ്യണം എന്നൊരു നിയമമുണ്ട്. നമ്മൾ DDOമാര് അല്ലെങ്കിൽ ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർമാർ, അതായത് ശമ്പളം വാങ്ങി വിതരണം ചെയ്യുന്ന ഓഫീസ് മേധാവികള് ഗസറ്റഡ്മാരല്ലാത്തവരും ഉണ്ട്. അപ്പൊ അത്തരം ആൾക്കാർക്ക് ഹയർ ഓഫീസിന്റെ ബില്ലില് കൗണ്ടർ സൈൻ വേണമെന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോ ഈ കൗണ്ടർ സൈൻ വേണ്ടാത്ത ഒരുപാട് വിഭാഗങ്ങളും നിലവിൽ ഉണ്ട് എന്ന കാര്യവും നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനി ഗസറ്റഡ് തസ്തികയിൽ നിന്ന് നോൺ ഗസറ്റഡ് തസ്തികയിലേക്ക് റിവേർട്ട് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥന് അയാൾ ഗസറ്റഡ് ആയിരുന്ന കാലത്തെ ശമ്പളവും അലവൻസും കുടിശ്ശിക, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു ഗസറ്റഡ് തസ്തികയിൽ ഒരു ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യാണ്. അങ്ങനെ അയാളെ ഏതെങ്കിലും കാരണവശാൽ റിവേർട്ട് ചെയ്ത് നോൺ ഗസറ്റഡ് തസ്തികയിലേക്ക് മാറ്റി. അങ്ങനെ മാറ്റിയാൽ അയാൾ ഗസറ്റഡ് തസ്തികയിൽ ഉണ്ടായിരുന്ന കാലത്തെ ശമ്പള കുടിശ്ശിക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് അക്കൗണ്ടന്റ് ജനറലിന്റെ കാലത്തെ ശമ്പള കുടിശ്ശിക, ശമ്പളം പ്ലസ് അലവൻസ് എന്തെങ്കിലും കുടിശ്ശിക അക്കൗണ്ടന്റ് ജനറലിന്റെ പേ സ്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ ക്ലെയിം ചെയ്യാം. കാരണം അത് ഗസറ്റഡ് തസ്തികയിലായിരുന്നത് കൊണ്ട്. ഇനി ഒരു ജീവനക്കാരൻ അവധി അല്ലെങ്കിൽ ഡെപ്യൂട്ടേഷൻ, ഇനി അതും അല്ലെങ്കിൽ സസ്പെൻഷൻ ആയാൽ ആ പീരീഡിലൊക്കെ ആണ്, അവധിക്കാലത്താണെങ്കിൽ അല്ലെ ഡെപ്യൂട്ടേഷൻ പീരീഡിലാണ് അല്ലെ സസ്പെൻഷൻ പീരീഡ് ആയാല് പേ ബില്ലിൽ അയാൾക്ക് വേണ്ടി പേ ബില്ലിനോടൊപ്പം TR 52 ഒരു ആബ്സെന്റി സ്റ്റേറ്റ്മെന്റ് അറ്റാച്ച് ചെയ്യേണ്ടതാണ്. ഇതൊന്നും പക്ഷേ ഈ പറഞ്ഞ കാര്യം ഇപ്പൊ ഇല്ല. ആബ്സെന്റി സ്റ്റേറ്റ്മെന്റ് ഒന്നും ആരും അറ്റാച്ച് ചെയ്യാൻ അല്ല. നമ്മുടെ സ്ഥിരമായിട്ട് പേ ബില്ലിലുള്ള ഒരാള് ആബ്സെന്റ് ആവുക, ആ ബില്ലിൽ ഇല്ലാതെ വന്നാൽ, അതായത് ആ ബില്ലിൽ ഇല്ലാതെ വരിക എന്ന് പറഞ്ഞാല് അയാള് ലീവ് വിത്തൗട്ട് അലവൻസിലാവാം ഒന്നുകിൽ, അല്ലെ സസ്പെൻഷനിലാവാം, അല്ലെങ്കിൽ ഡെപ്യൂട്ടേഷനിലാവാം. ഇങ്ങനെ ഏതെങ്കിലും സാഹചര്യവശാൽ അയാൾക്ക് ശമ്പളം ഉണ്ടാവില്ല. അങ്ങനെ ഇല്ലാതെ വന്നാൽ അയാൾ ബില്ലിൽ ഉണ്ടാവില്ല. അങ്ങനെ ബില്ലിൽ അയാളുടെ പേരില്ലാതെ വന്നാൽ മുൻകാലങ്ങളിൽ അയാൾക്ക് റൂൾ അനുസരിച്ച് ഈ ബില്ലിനോടൊപ്പം ഒരു ആബ്സെന്റി സ്റ്റേറ്റ്മെന്റ്, ഇന്നയാള് ആബ്സെന്റ് ആണ് അതിന്റെ റീസൺ ഒക്കെ വെച്ച ആബ്സെന്റി സ്റ്റേറ്റ്മെന്റ്, TR 52 ഒരു ആബ്സെന്റി സ്റ്റേറ്റ്മെന്റ് വെക്കണമെന്നാണ് നമ്മൾ KTCയിലെ റൂള് പറയുന്നത്. ഞാൻ ഈ പറയുമ്പോഴൊക്കെ തന്നെ KTCയിലെ പല റൂൾസും ഇങ്ങനെയൊക്കെ പറഞ്ഞാലും പല കാര്യങ്ങളിലും മോഡിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് എന്ന കാര്യം ഞാൻ ഇടയ്ക്കിടെ ഇങ്ങനെ പറയുകയാണ്. കാരണം ഇപ്പോഴുള്ള ബില്ലുകളിലൊന്നും ആരും ആബ്സെന്റി സ്റ്റേറ്റ്മെന്റ് വെക്കുന്നത് കാണുന്നില്ല. അത് വെച്ചിട്ടില്ലെങ്കിലും ബില്ല് പാസ്സാകുന്നുണ്ട്. അതാണ് സത്യം. ദെൻ അടുത്ത ഇൻക്രിമെന്റ് സർട്ടിഫിക്കറ്റ്.
ഇൻക്രിമെന്റൽ സർട്ടിഫിക്കറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. KTC 175 റൂളാണത്, വളരെ പ്രധാനപ്പെട്ട റൂളാണ്. 175 KTCയിലെ 175 എന്ന് പറയുന്നത് ഇൻക്രിമെന്റൽ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഡ്രോയിങ് ഓഫീസർ ഫോം 9A ഓഫീസുകളിൽ ഇൻക്രിമെന്റ് രജിസ്റ്റർ വെച്ചു പോരേണ്ടതാണ്. എല്ലാ ഓഫീസുകളിലും എംപ്ലോയീസിന്റെ ഒരു ഇൻക്രിമെന്റ് രജിസ്റ്റർ വെച്ചു പോരേണ്ടതാണ്. ഫോം 9A ഇനി കുടിശ്ശിക ശമ്പള ബില്ലുകൾ പറയാനുള്ള ഒരു കാര്യം അതാണ്. കുടിശ്ശിക ശമ്പള ബില്ലുകൾ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ മാസം നമുക്ക് ശമ്പളമൊക്കെ എഴുതി സാധാരണഗതിയിൽ പേ ബില്ല്, ശമ്പള ബില്ല് എഴുതി കൊടുത്തു ട്രഷറിയിൽ. അത് കഴിഞ്ഞപ്പോൾ ഒരു ഒരു ജീവനക്കാരന്റെ ഇൻക്രിമെന്റ് വിട്ടുപോയി എഴുതാൻ. അപ്പൊ ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് ശമ്പളം തന്നെയാണ്. അപ്പോൾ അത് കുടിശ്ശികയായി, കഴിഞ്ഞ മാസം എഴുതാൻ പറ്റിയില്ലെങ്കിൽ കുടിശ്ശികയായി മാറി ആ ശമ്പളം. അപ്പോൾ അത് പിറ്റേ മാസങ്ങളിൽ പിന്നീട് നമുക്ക് ആ കുടിശ്ശിക മാത്രം എഴുതിയെടുക്കാവുന്നതാണ്, അരിയർ മാത്രം. അങ്ങനെ കുടിശ്ശിക ഏതെങ്കിലുമൊക്കെ വന്നാൽ അത് പേ ബില്ല്, ആ പറയുന്ന കുടിശ്ശിക ബില്ല് സെപ്പറേറ്റ് ആയിട്ട് എഴുതണമെന്നാണ് റൂൾ. അതായത് നമ്മൾ സാധാരണ വലിയ എല്ലാവരുടെയും കൂട്ടത്തിലുള്ള ശമ്പള ബില്ലിന്റെ ഒപ്പം അത് എഴുതാൻ പാടില്ല, മറിച്ച് കുടിശ്ശിക ബില്ല് സെപ്പറേറ്റ് ആയിട്ട് എഴുതണം എന്നാണ് വ്യവസ്ഥ. ഇനി ഒരു നോൺ ഗസറ്റഡ് ഓഫീസർ, ശ്രദ്ധിച്ച് കേൾക്കണേ, നോൺ ഗസറ്റഡ് ഓഫീസർ ഗസറ്റഡ് ഓഫീസറായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ അയാൾക്ക് ആദ്യം അയാൾ നോൺ ഗസറ്റഡ് ആയിരുന്നു, പിന്നെ അയാൾ ഗസറ്റഡ് ആയിട്ട് പ്രൊമോട്ട് ചെയ്തു. അങ്ങനെ അയാൾക്ക് എന്തെങ്കിലും കഴിഞ്ഞ മാസങ്ങളിൽ കുടിശ്ശിക ഉണ്ടെങ്കിൽ, അതായത് കുടിശ്ശിക ഉണ്ടാവുന്ന നോൺ ഗസറ്റഡ് പീരീഡിൽ കുടിശ്ശികകൾ എന്തെങ്കിലും കിട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ അയാൾ നേരത്തെ ഉണ്ടായിരുന്ന ഓഫീസിലെ ഡ്രോയിങ് ഓഫീസർ മുഖാന്തരമാണ് അത് ക്ലെയിം ചെയ്യേണ്ടത്. ആ പഴയ ഓഫീസിലെ നോൺ ഗസറ്റഡ് ആയിരുന്ന ഓഫീസിലെ ഡ്രോയിങ് ഓഫീസർ അദ്ദേഹത്തിന് ഈ അരിയേഴ്സ് വാങ്ങിക്കൊടുക്കേണ്ടതാണ്. ഗസറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ പഴയ കാലത്തിലെ എല്ലാം പഴയ സ്ഥാപനത്തിൽ വെച്ച് തീർക്കേണ്ടതാണ്. ഗസറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഗസറ്റഡ് പീരീഡിൽ എന്തുകൊണ്ട് അത് പേ സ്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മാറുക എന്നതാണ് വ്യവസ്ഥ. പഴയതൊന്നും ക്യാരി ചെയ്ത് ഗസറ്റഡ് പീരീഡിൽ കൊണ്ടുവന്നാൽ അതിനൊന്നും AG അംഗീകാരം നൽകില്ല. പക്ഷെ പഴയ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന, അവിടെ ഒരു DDO ഉണ്ടാവും, ഒരു ഹെഡ് ഓഫ് ഓഫീസ് ഉണ്ടാവും, ഡ്രോയിങ് ഓഫീസർ ഉണ്ടാവും. അദ്ദേഹം എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് ക്ലെയിം ചെയ്ത് തരുന്നതാണ്. ഇനി ഇതിനോടനുബന്ധിച്ച് വന്ന ഒരു പോയിന്റ് പറയാം. സ്വകാര്യ കക്ഷികൾക്കായി പോലീസ് സുരക്ഷ നൽകിയതിനുള്ള ചെലവ് അഡ്വാൻസായി റിക്കവർ ചെയ്ത് ട്രഷറിയിൽ ക്രെഡിറ്റ് ചെയ്യണം. അങ്ങനെ ഒരു സംവിധാനമുണ്ട്. സ്വകാര്യ ഒരു സംരംഭം അല്ലെ സ്വകാര്യ വ്യക്തിക്ക് പോലീസ് സേവനം ആവശ്യമുണ്ട് എന്തെങ്കിലും പരിപാടി നടത്തുന്നതിന്. ആ പരിപാടി നടത്തുന്നതിനുള്ള അതിനുള്ള ചെലവ് ഈ സ്വകാര്യ വ്യക്തി അടയ്ക്കണം. ഈ പോലീസിനെ ഇത്ര പേരെ, ഓരോ പോലീസുകാരന് ഇത്ര സമയത്തേക്ക്, ഇത്ര ദിവസത്തേക്ക് ഇത്ര രൂപ എന്നുള്ള നിലയിൽ ചെലവ് ഈ സ്വകാര്യ വ്യക്തി അടയ്ക്കണം. അത് മുൻകൂറായിട്ട് കളക്ട് ചെയ്ത് ട്രഷറിയിൽ അടയ്ക്കണമെന്നാണ് നിയമം. ഒരു മാസത്തേക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു മാസത്തേക്ക് ആവശ്യമുള്ള പോലീസ് സർവീസിന് വേണ്ട ചിലവുകൾ മുഴുവൻ മുൻകൂറായിട്ട് വാങ്ങി ട്രഷറിയിൽ അടയ്ക്കേണ്ടതാണ്. ഇനി LPC ആരൊക്കെയാ കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. LPC എന്ന് പറയുന്നത് ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ്. ഇത് പല സന്ദർഭത്തിലും നമുക്ക് ആവശ്യമാണ്. എപ്പോഴൊക്കെയാണ്? ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ നമുക്ക് LPC വേണം, പ്രൊമോഷൻ ആയി പോകുമ്പോൾ LPC വേണം, റിട്ടയർ ചെയ്യുമ്പോൾ LPC വേണം. ഇങ്ങനെ LPC വളരെ പ്രധാനപ്പെട്ട, ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഗസറ്റഡ് ഓഫീസർക്ക് LPC കൊടുക്കുന്നത് മുൻകാലങ്ങളിൽ ട്രഷറി ഓഫീസർ ആയിരുന്നു. എന്നാൽ ഇപ്പോ ആ റിലീവിംഗ് ഓഫീസർ ആരാണോ ഈ ട്രഷറി ഈ ഗസറ്റഡ് ഓഫീസറെ അവിടുന്ന് റിലീവ് ചെയ്തത്, ഇപ്പോൾ RTCയിൽ ചാർജ് എടുത്ത ആരാണോ അദ്ദേഹം, അല്ലെ റിലീവിംഗ് ഗസറ്റഡ് ഓഫീസർ, ഇയാൾക്ക് ഈ അവിടുന്ന് പോരുന്ന ഗസറ്റഡ് ഓഫീസർക്ക് LPC കൊടുക്കാമെന്നാണ് ഇപ്പോഴുള്ള വ്യവസ്ഥ. ഇപ്പൊ ട്രഷറി ഓഫീസറുടെ ആവശ്യം ഇല്ല. മുൻകാലങ്ങളിൽ ഗസറ്റഡ് ഓഫീസർക്ക് LPC കൊടുത്തിരുന്ന ട്രഷറി ഓഫീസർ ആയിരുന്നു. എന്നാൽ ഇപ്പോ ആ റിലീവിംഗ് ഗസറ്റഡ് ഓഫീസർ,
എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു ഗസറ്റഡ് ഓഫീസർ ഒരു സ്ഥാപനത്തിൽ നിന്ന് സ്ഥലം മാറി പോകുമ്പോൾ അയാളുടെ സ്ഥാനത്തേക്ക് മറ്റൊരു ഗസറ്റഡ് ഓഫീസർ വന്നിട്ടുണ്ടാവും. അയാളെ റിലീവിംഗ് ഗസറ്റഡ് ഓഫീസർ എന്നാ പറയാ. ഈ പോയ ഇയാളെ എന്ത് പറയും? റിലീവ്ഡ് ഗസറ്റഡ് ഓഫീസർ എന്ന് പറയും. ഇത് രണ്ട് ടേംസ് ആണ്. റിപ്പോർട്ട് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ചാർജിലുള്ള രണ്ട് ടേംസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഈ റിലീവ്ഡ് ഓഫീസർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്ക് പോയാണ് റിലീവ്ഡ് ഓഫീസർ. എന്നാൽ റിലീവിംഗ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിൽ പുതുതായി ജോയിൻ ചെയ്തയാളാണ് റിലീവിംഗ് ഓഫീസർ. ഇവിടെ വളരെ വിരോധാഭാസമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ റിലീവ്ഡ് ഓഫീസർ പുതിയതായി ഒരു സ്റ്റേഷനിൽ ചെന്ന് ചാർജ് എടുത്തു കഴിയുമ്പോൾ അവിടെ അയാള് റിലീവിംഗ് ഓഫീസറാണ്. ഇവിടുന്ന് വിട്ടുപോയ സ്ഥലത്ത് റിലീവ്ഡ് ഓഫീസറും പുതിയതായി ചേരുന്ന സ്ഥലത്ത് അയാൾ റിലീവിംഗ് ഓഫീസറുമാണ്. ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നോൺ ഗസറ്റഡ് ജീവനക്കാർക്ക് ഓഫീസ് മേധാവി തന്നെയാണ് LPC കൊടുക്കേണ്ടത്. നോൺ ഗസറ്റഡ് ജീവനക്കാർക്ക് ഓഫീസ് മേധാവിയാണ് പിന്നെ LPC കൊടുക്കേണ്ടത്. അപ്പൊ അതിനകത്ത് ഈ LPCയിൽ സാലറി, ബേസിക് പേ ഉണ്ടാവും, DA ഉണ്ടാവും. അത് ഏത് ദിവസം വരെ നൽകി അവസാനം ശമ്പളം വാങ്ങി കൊടുത്തതിന് ശേഷം മാത്രമേ LPC കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊരു കാര്യമുണ്ട്. അതിനാണ് ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഏത് ദിവസം വരെ അദ്ദേഹത്തിന് നൽകിയെന്ന് LPCയിൽ ഉണ്ടാവും. അയാളുടെ ബേസിക് പേ ഉണ്ടാവും. ഏത് റേറ്റിലാണ് DA കൊടുത്തതെന്നുണ്ടാവും. ഏത് റേറ്റിലാണ് HRA കൊടുത്തതെന്നുണ്ടാവും. എന്തൊക്കെ റിക്കവറീസ് നടത്തിയിട്ടുണ്ട് എന്നുണ്ടാവും. റിലീവിംഗ് ഡേറ്റ് എന്നാണ് എന്നുണ്ടാവും. ഇതെല്ലാം LPCയിൽ ഉണ്ടായിരിക്കും. പ്രധാനമായിട്ടും അയാൾക്ക് ഇന്ന പറയുന്ന റേറ്റ് പ്രകാരം എന്നുവരെ അയാൾക്ക് ശമ്പളം അല്ലെങ്കിൽ പേ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടാവും. ഏതൊക്കെ തരത്തിലുള്ള റിക്കവറീസ് ഫോർ ദ മന്ത് അവിടെ റിക്കവർ ചെയ്തിട്ടുണ്ട് എന്ന് അതിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള നിർബന്ധമായിട്ടുള്ള ഓരോ മാസവും റിക്കവറി നടത്തേണ്ട, ഇപ്പൊ ഗ്രൂപ്പ് ഇൻഷുറൻസ് ആ പഴയ സ്ഥാപനത്തിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ പുതിയെടുത്തതിന്റെ ആവശ്യമില്ല. കാരണം ആ മാസത്തേക്കുള്ളത് പഴയ സ്ഥാപനത്തിൽ റിക്കവറി ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ അയാളുടെ ബേസിക് പേ ഉണ്ടാവും, അയാളുടെ DA ഏത് റേറ്റിലാണെന്നുണ്ടാവും, അയാളുടെ HRA ഉണ്ടാവും, അയാൾക്ക് ഏതുവരെ ഈ ശമ്പളം കൊടുത്തു, ഏത് ഡേറ്റ് വരെ സാലറി കൊടുത്തു എന്നുണ്ടാവും, അയാളെ എന്നാണ് റിലീവ് ചെയ്തതെന്നുണ്ടാവും, അയാൾക്ക് ഏതെല്ലാം തരത്തിലുള്ള റിക്കവറീസ് നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ മാസം എന്ന് അവസാനത്തെ പേയിൽ ഏതെല്ലാം തരത്തിലുള്ള റിക്കവറീസ് നടത്തിയിട്ടുണ്ടാവും എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ LPCയിൽ ഉണ്ടായിരിക്കും. ഇനി റിട്ടയർ ചെയ്ത ജീവനക്കാരൻ ആദ്യമായി പെൻഷൻ വാങ്ങുന്നതിന് മുമ്പ് LPC നൽകേണ്ടത്. അപ്പോൾ ഒരു റിട്ടയർ ചെയ്ത ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാള് ഫസ്റ്റ് പെൻഷൻ വാങ്ങണമെങ്കിൽ അയാൾ LPC ട്രഷറിയിൽ കൊടുത്തിട്ടുണ്ടാവണം. അപ്പോൾ ആ LPC നോൺ ഗസറ്റഡ് ഓഫീസറിനെ സംബന്ധിച്ചിടത്തോളം ഹെഡ് ഓഫ് ഓഫീസ്, ഗസറ്റഡ് ഓഫീസറിനെ സംബന്ധിച്ചിടത്തോളം കൺട്രോളിംഗ് ഓഫീസറും കൗണ്ടർ സൈൻ ചെയ്തിരിക്കണം. അപ്പോൾ ഇത് ഗസറ്റഡ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കൺട്രോളിംഗ് ഓഫീസർ ഈ LPC കൗണ്ടർ സൈൻ ചെയ്തതിന് ശേഷം അദ്ദേഹമാണ് ട്രഷറിക്ക് നേരിട്ട് അയച്ചു കൊടുക്കുന്നത്. നോൺ ഗസറ്റഡ് ഓഫീസറുടെ LPC എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫ് ഓഫീസ് സൈൻ ചെയ്ത്, അയാൾ ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അയാളുടെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ഓഫീസർ കൗണ്ടർ സൈൻ ചെയ്യണം. എന്നാൽ ഒരു നോൺ ഗസറ്റഡ് ഓഫീസറുടെ LPC അയാളുടെ ഓഫീസ് ഹെഡ് ഗസറ്റഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഇനഫ്, അയാൾ തന്നെ സൈൻ ചെയ്താൽ മതി. മനസ്സിലായിട്ടുണ്ടാവും. ഒരു നോൺ ഗസറ്റഡ് ജീവനക്കാരൻ റിട്ടയർ ചെയ്താൽ അദ്ദേഹത്തിന്റെ ഓഫീസ് ഹെഡ് ഗസറ്റഡ് അല്ല എങ്കിൽ അയാൾ ഒപ്പിട്ടതിന്റെ മേലെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ഓഫീസർ, ഗസറ്റഡ് ആയിട്ടുള്ള ഓഫീസർ LPCയിൽ കൗണ്ടർ സൈൻ ചെയ്തിട്ട് വേണം ട്രഷറിക്ക് കൊടുക്കാൻ. എന്നാൽ ഒരു നോൺ ഗസറ്റഡ് ഓഫീസറുടെ ഓഫീസ് ഹെഡ് ഗസറ്റഡ് ആണെങ്കിൽ ആ ഗസറ്റഡ് ഓഫീസർ തന്നെ കൗണ്ടർ സൈൻ വേണ്ട, പിന്നെ അദ്ദേഹം തന്നെ സൈൻ ചെയ്ത് LPC സൈൻ ചെയ്ത് ട്രഷറിക്ക് കൊടുക്കാം. എന്നാൽ എല്ലാ ഗസറ്റഡ് ഓഫീസർമാരുടെയും LPC അയാളുടെ കൺട്രോളിംഗ് ഓഫീസർ കൗണ്ടർ സൈൻ ചെയ്തിട്ട് വേണം ട്രഷറിയിലേക്ക് കൊടുക്കാൻ എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കുക. ഇനി ഇത് ഈ പറഞ്ഞതിനോടനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാണ്. അതായത് ഈ ഒരു ഗസറ്റഡ് ഓഫീസറിന്റെ
ശമ്പളത്തിലോ ഗസറ്റ് ഓഫീസർ ശമ്പളം മാറുന്നത് എപ്പോഴും ഒരു പേ സ്ലിപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ശമ്പളത്തിലോ, എന്നാൽ അവധി ശമ്പളത്തിലോ ഫിക്സഡ് അലവൻസിലോ മാറ്റം വരുത്തിക്കൊണ്ടുള്ള അക്കൗണ്ടന്റ് ജനറലിന്റെ ഒരു കത്ത് ബില്ലിനോടൊപ്പം നൽകിയാലല്ലാതെ നിരക്കിൽ വ്യത്യാസം വരുത്താൻ പാടില്ല. ഒരു ഗസറ്റഡ് ഓഫീസറിന്റെ ബേസിക് പേയും ഇൻക്രിമെന്റ് DAയും മറ്റതെല്ലാം നിരക്കുകൾ മാറിയെന്ന് വെച്ചു. മാറിയാൽ അത് അക്കൗണ്ടന്റ് ജനറലിന്റെ പേ സ്ലിപ്പിലുള്ളതേ കിട്ടുള്ളൂ. അപ്പോൾ മാറ്റം വരുത്തിക്കൊണ്ട് അത് എന്ത് ചെയ്യണം? അക്കൗണ്ടന്റ് ജനറൽ പുതിയൊരു പേ സ്ലിപ്പ് അനുവദിക്കുമ്പോൾ മാത്രമേ ഈ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുള്ളൂ. ബാക്കി നോൺ ഗസറ്റഡ് ജീവനക്കാരുടെ കാര്യത്തിൽ ഓരോ മാറ്റങ്ങളും പെട്ടെന്ന് പ്രാബല്യത്തിൽ വരുന്നത് പോലെ ഗസറ്റഡ് ജീവനക്കാരുടെ അലവൻസുകളിലും ബാക്കി കാര്യങ്ങളിലും പെട്ടെന്ന് മാറ്റം വരില്ല. കാരണം AG അത് അംഗീകരിച്ച് AGയുടെ ഈ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ സ്ലിപ്പ് വന്നാൽ മാത്രമേ ഗസറ്റഡ് ഓഫീസർമാർക്ക് ആ മാറ്റങ്ങൾ പ്രാവർത്തികമാവുകയുള്ളൂ. ഇപ്പോ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ജീവനക്കാരൻ LPC കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ക്ലെയിം ചെയ്യാൻ മറ്റൊന്നും അവിടെ നിന്ന് കിട്ടൂല എന്നുള്ള റൂളില്ല. LPC എന്ന് പറഞ്ഞാൽ ശമ്പളം കൊടുത്തു എന്ന് മാത്രമേ ഉള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ അയാൾക്ക് ഒരു റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന് അയാളിൽ പെൻഷൻ വാങ്ങാൻ വേണ്ടി LPC കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ അതിന് ശേഷവും അപ്പോൾ അവിടെ LPC കൊടുത്തതിന് ശേഷം എന്തെങ്കിലും കുടിശ്ശിക ഉണ്ടെങ്കിൽ അയാൾക്ക് ആ പഴയ സ്റ്റേഷനിൽ നിന്ന് അയാൾക്ക് വാങ്ങാവുന്നതാണ്. അവിടെ നമ്മൾ LPC സറണ്ടർ ചെയ്യണമെന്ന വാശിയൊന്നും പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അയാൾക്ക് അർഹതപ്പെട്ടത് കിട്ടാം. എന്നാൽ ഒരു നോൺ ഗസറ്റഡ് ആയി കഴിയുമ്പോൾ, ഗസറ്റഡ് ആകുമ്പോൾ നമ്മൾ നോൺ ഗസറ്റഡ് പീരീഡിൽ LPC കൊടുക്കും. LPC കൊടുത്താലും അദ്ദേഹത്തിന് എന്തെങ്കിലും അരിയേഴ്സ് കുടിശ്ശിക ഇനത്തിൽ കിട്ടാനുണ്ടെങ്കിൽ അത് മുൻമാസങ്ങളിൽ വാങ്ങുന്നതിൽ അല്ല കൊടുക്കുന്നതിന് മറ്റ് LPCയിൽ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാൽ LPC ലാസ്റ്റ് പേയിൽ LPCയിലെ പേ, അതായത് ലാസ്റ്റ് പേക്ക് വലിയ പ്രാധാന്യമുള്ള കേസുകളിൽ ആ അരിയേഴ്സ് വാങ്ങിയതിന് ശേഷം ആ പേ ഉൾപ്പെടുത്തിയിട്ട് വേണം LPC കൊടുക്കാൻ. കാരണം എന്താ വെച്ചാൽ ആ പേ ഉൾപ്പെടുത്തിയ പേ വെച്ചിട്ടാണ് ഒരു പ്രൊമോട്ടഡ് പോസ്റ്റിലെ പേ ഫിക്സേഷൻ നടക്കുക. അപ്പൊ പിന്നീട് കുടിശ്ശിക കൊടുക്കാം, LPC അങ്ങ് പോകട്ടെ എന്ന് വിചാരിച്ചാൽ ഈ ട്രാൻസ്ഫർ ആയി പോകുന്ന ഈ ഗസറ്റഡ് ആയിട്ട് പോകുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യത്തിൽ അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. കാരണം LPCയിൽ ഏത് പേ ആണോ അത് വെച്ചിട്ടായിരിക്കും അവിടെ പേ ഫിക്സ് ചെയ്യുന്നത്. ഒരു ഇൻക്രിമെന്റ് കൊടുക്കാനുണ്ടെങ്കിൽ ആ കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ ആ പേ ഫിക്സ് ചെയ്യുമ്പോൾ ഇയാൾക്ക് ഒരു ഇൻക്രിമെന്റ് ഫലത്തിൽ നഷ്ടം വരും. അത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇനി കണ്ടിൻജന്റ് ചെലവുകൾ, മറ്റു പലവക ചെലവുകളെ പറ്റി പറയുന്ന കാര്യങ്ങളാണ്. ഒന്ന്, പെർമനന്റ് അഡ്വാൻസുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട് കണ്ടിൻജന്റ് ചാർജുകൾക്കായി ചില ഗവൺമെന്റ് ജീവനക്കാർക്ക് നൽകുന്ന തുകയാണ് പെർമനന്റ് അഡ്വാൻസ് എന്ന് പറയുന്നത്. ഈ പെർമനന്റ് അഡ്വാൻസ് സാങ്ഷൻ ചെയ്യുമ്പോൾ അഡ്വാൻസ് അനുവദിച്ച ഉത്തരവിന്റെ ഒരു കോപ്പി സഹിതം TR 42 ഒരു ബില്ലിലൂടെ തുക ട്രഷറിയിൽ നിന്ന് പിൻവലിക്കാവുന്നതാണ്. അപ്പോൾ പെർമനന്റ് അഡ്വാൻസ് എന്ന് പറയുന്നത് ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട് കണ്ടിൻജന്റ് ചെലവുകൾക്കായി നൽകുന്ന തുകയാണ്. ഓഫീസ് തലവനായ ഗസറ്റഡ് ജീവനക്കാരന് തന്റെ ഓഫീസ് കണ്ടിൻജന്റ് ബില്ല് മാറാവുന്നതാണ്. കൂടാതെ തനിക്ക് കീഴിലുള്ള ഒരു ഗസറ്റ് ജീവനക്കാരനെ ഡെലിഗേറ്റ് ചെയ്യാനും പറ്റും. ഈ ബില്ല് മാറാൻ വേണ്ടി അദ്ദേഹത്തിന് മറ്റൊരു ജീവനക്കാരനെ ഡെലിഗേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അത് ആ ഡെലിഗേറ്റ് ചെയ്യുന്നത് തന്റെ കീഴിലുള്ള ഗസറ്റഡ് ജീവനക്കാരൻ തന്നെ ആയിരിക്കണം. ഇനി ഒരു പേയ്മെന്റിന് മുമ്പ് കൺട്രോളിംഗ് ഓഫീസറുടെ കൗണ്ടർ സൈൻ ആവശ്യമുള്ള കണ്ടിൻജന്റ് ചെലവുകളുടെ ബില്ലുകൾ ഫോറം TR 59 ആയിരിക്കേണ്ടത്. കൗണ്ടർ സൈൻ ചെയ്യാത്ത അങ്ങനെയുള്ള ബില്ലുകൾ ട്രഷറി ഓഫീസർ പാസ്സാക്കാൻ പാടില്ല. കൗണ്ടർ സൈൻ ചെയ്യേണ്ടതായിട്ടുള്ള ചില കണ്ടിൻജന്റ് ബില്ലുകളുണ്ട്. ആ ബില്ലുകൾ കൗണ്ടർ സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ട്രഷറി ഓഫീസർ പാസ്സാക്കാൻ പാടുള്ളതല്ല. ഇനി കൗണ്ടർ സൈൻ ആവശ്യമില്ലാത്ത കണ്ടിൻജന്റ് ചെലവിനെ സംബന്ധിച്ച ബില്ലുകൾ ഫോറം TR 61 ആയിരിക്കേണ്ടതാണ്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അടുത്ത
കാര്യങ്ങൾ. ഈ സ്വകാര്യ കെട്ടിടങ്ങൾ ഓഫീസ് ആവശ്യത്തിന് താമസ ആവശ്യത്തിനുമായിട്ട് വാടകയ്ക്ക് എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ ഓഫീസ് ആവശ്യത്തിലേക്കോ താമസത്തിന്റെ ആവശ്യത്തിലേക്കോ ഒരു സ്വകാര്യ കെട്ടിടത്തിന്റെ ഓരോ വർഷത്തെയും വാടകയുടെ ആദ്യത്തെ ചാർജ് ക്ലെയിം ചെയ്യുമ്പോൾ ഡ്രോയിങ് ഓഫീസർ ആ പ്രദേശത്ത് ആ സ്ഥലത്ത് അനുയോജ്യമായ ഗവൺമെന്റ് കെട്ടിടം ലഭ്യമല്ലെന്നുള്ള ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സർട്ടിഫിക്കറ്റ് ബില്ലിനോടൊപ്പം അറ്റാച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു ഓഫീസിന്റെ ആവശ്യത്തിനോ താമസത്തിന്റെ ആവശ്യത്തിനോ അപ്പോൾ സർക്കാർ ക്വാർട്ടേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ സർക്കാർ ഓഫീസായിട്ടോ ഒരു സ്ഥലത്ത് വാടക കെട്ടിടം ഉപയോഗിച്ചാൽ ഓരോ വർഷവും തുടങ്ങുമ്പോൾ, ഓരോ വർഷം തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1 ഫസ്റ്റ് ബില്ല്, അതായത് സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ ബില്ല് ഈ വാടക, ഇതിന്റെ വാടക സ്വകാര്യ വ്യക്തിക്ക് പിന്നെ കൊടുക്കേണ്ട വാടക ക്ലെയിം ചെയ്യുന്ന സമയത്ത് അവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഒരു സർട്ടിഫിക്കറ്റ് ബില്ലിനോടൊപ്പം വെക്കണം. എന്താ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറയേണ്ടത്? ആ സ്ഥലത്ത് ഈ ഓഫീസ് കെട്ടിടത്തിന് ആ സ്ഥലത്ത് ഈ കെട്ടിടം പിന്നെ ഓഫീസ് ആവശ്യം സാറ്റിസ്ഫൈ ചെയ്യാൻ ആ സ്ഥലത്ത് സർക്കാർ കെട്ടിടം ലഭ്യമല്ലെന്നുള്ള സർട്ടിഫിക്കറ്റ് ഓരോ വർഷത്തെയും ആദ്യത്തെ ബില്ലിൽ, അതായത് ഇയാൾക്ക് ഈ സ്വകാര്യ വ്യക്തിക്ക് കെട്ടിടത്തിന്റെ വാടക നമ്മൾ ട്രഷറിയിൽ നിന്ന് ബില്ല് എഴുതി വാങ്ങിയിട്ടാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ബില്ല് എഴുതി വാങ്ങാൻ ബില്ല് സമർപ്പിക്കുന്ന സമയത്ത് ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഇനി ഏറ്റവും ആദ്യത്തെ വർഷം വാടക ഇനത്തിൽ ആദ്യ ചാർജ് ക്ലെയിം ചെയ്യുമ്പോൾ ഡ്രോയിങ് ഓഫീസർ കെട്ടിടത്തിന്റെ വാടക ന്യായമാണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് PWD അധികാരത്തിൽ നിന്ന് വാങ്ങി ബില്ലിനോടൊപ്പം അറ്റാച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ സ്വകാര്യ കെട്ടിടം സർക്കാർ ഓഫീസിന്റെ കെട്ടിടമായി വാടകയ്ക്ക് എടുക്കുമ്പോൾ നമ്മൾക്കറിയാം ആ വാടക ഒരു പിന്നെ സ്വകാര്യ ഡീലിങ്സ് ആയി മാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതായത് സർക്കാർ പണമല്ലേ, അതിനെ അപ്പോൾ 5000 രൂപ വാടകയെ വേണ്ടുള്ള സമയത്താണ് 10000 തരാം, ബാക്കി 5000 നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ അഴിമതിക്കൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വാടക ഇനത്തിൽ ആദ്യത്തെ ചാർജ് ക്ലെയിം ചെയ്യുമ്പോൾ, ആദ്യത്തെ വർഷം ആദ്യത്തെ ചാർജ് വാടക ട്രഷറിയിൽ നിന്നാണ് വാങ്ങിക്കൊടുക്കേണ്ടത്. ക്ലെയിം ചെയ്യുമ്പോൾ കെട്ടിടത്തിന്റെ വാടക ന്യായമാണെന്ന് സ്വന്തം സർട്ടിഫൈ ചെയ്താൽ പോരാ, അത് PWD അധികാരിയിൽ നിന്നും അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ്, ഈ സ്ഥലത്ത് ഇത്ര വാടകയാണ്, അപ്പൊ ഈ വാടക ന്യായമായ വാടകയാണ് എന്ന്, അത് ഓരോ സ്ഥലത്തും വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയിലൊക്കെ ആണെങ്കിൽ ആ വാടക നമ്മൾ ഉദ്ദേശിക്കുന്ന വാടകയായിരിക്കില്ല, എന്നാൽ ഒരു ഗ്രാമത്തിലാണെങ്കിൽ കുറഞ്ഞ വാടകയായിരിക്കും. അപ്പൊ ആ വാടക ന്യായമാണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് PWD അധികാരിയിൽ നിന്നും വാങ്ങി ബില്ലിനോടൊപ്പം അറ്റാച്ച് ചെയ്യേണ്ടതാണ്. അതാണ് നമ്മൾ അക്കാര്യത്തിൽ പറയാനുള്ളത്. ഇനി ഏതെങ്കിലും തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും ഗവൺമെന്റിന് കിട്ടാനുള്ള ഏതെങ്കിലും തുക, അത് ഗവൺമെന്റിൽ നിന്നും എടുത്തിട്ടുള്ള ലോൺ ഉൾപ്പെടെ അടയ്ക്കുന്നതിൽ വീഴ്ചയുള്ള പക്ഷം ആ സ്ഥാപനത്തിൽ നിന്നുള്ള ഗ്രാന്റിൽ നിന്നും റിക്കവറി ചെയ്യാനുണ്ട്. ഇപ്പൊ ഏതെങ്കിലും തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും ഗവൺമെന്റിന് കിട്ടാനുള്ള ഏതെങ്കിലും തുക, അത് ഗവൺമെന്റിൽ നിന്ന് എടുത്തിട്ടുള്ള ലോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അടയ്ക്കുന്നതിൽ വീഴ്ചയുള്ള പക്ഷം ഈ സ്ഥാപനത്തിന്, ഈ തദ്ദേശ സ്ഥാപനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഗ്രാന്റുകൾ അനുവദിക്കുമ്പോൾ ആ ഗ്രാന്റിൽ നിന്നും പിടിച്ചിട്ട് ബാക്കി കൊടുത്താൽ മതി. അതായത് ഗ്രാന്റിൽ നിന്നും റിക്കവർ ചെയ്യാവുന്നതാണ്. ഇപ്പൊ സർക്കാർ ലോണുകളുടെ തിരിച്ചളവ് ഉൾപ്പെടെ ഏതെങ്കിലും തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് കുറച്ച് പണം ഗവൺമെന്റിന് കിട്ടാനുണ്ടെങ്കിൽ, കുടിശ്ശികയായിട്ട് കിട്ടാനുണ്ടെങ്കിൽ, അതിൽ അടയ്ക്കുന്നതിൽ വീഴ്ച ആ തദ്ദേശ സ്ഥാപനത്തിന് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗ്രാന്റ് മറ്റു വിധത്തിൽ ലഭ്യമാകുമ്പോൾ ആ ഗ്രാന്റിൽ നിന്നും ഇത് റിക്കവർ ചെയ്യേണ്ടതാണ്, പിടിച്ചെടുക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി റവന്യൂ റീഫണ്ടിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. റവന്യൂ റീഫണ്ടിന്റെ ഭാഗമായി ട്രഷറിയിൽ നിന്നും പണം പിൻവലിക്കുന്നതിന് നൽകിയിട്ട ബില്ലുകൾ ഫോറം TR 65 തയ്യാറാക്കേണ്ടതാണ്. ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ടുകളിൽ ഓരോ ഒറിജിനൽ റെസീറ്റിന് നേരെയും റീഫണ്ടുകൾ രേഖപ്പെടുത്തേണ്ടതാണ്. ഇപ്പോൾ നമ്മളെ സർക്കാർ റവന്യൂവിലെ റീഫണ്ട് തിരികെ കൊടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്.
സർക്കാർ റവന്യൂ റീഫണ്ട് ചെയ്യുമ്പോൾ അത് TR 65 തയ്യാറാക്കേണ്ടത്. ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ടുകളിൽ ഓരോ ഒറിജിനൽ റെസീറ്റിന് നേരെയും റീഫണ്ട് രേഖപ്പെടുത്തി വെക്കേണ്ടതാണ്. ഇനി റീഫണ്ട്, ഇവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, റീഫണ്ട് സംബന്ധിച്ച വൗച്ചറുകൾ റദ്ദ് ചെയ്യാൻ പാടില്ല, അല്ലെ ക്യാൻസൽ ചെയ്യാൻ പാടില്ല. എല്ലാ സബ് വൗച്ചറുകളും അത് എത്ര ചെറിയ തുകയ്ക്കുള്ളതായാലും ട്രഷറി ഓഫീസർ അക്കൗണ്ടന്റ് ജനറലിന് അയച്ചു കൊടുക്കേണ്ടതാണ്. ഈ ബില്ലിനോടൊപ്പം വെക്കുന്ന വൗച്ചറുകളെ സംബന്ധിച്ചിടത്തോളം പല 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 രീതികളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മളൊരു മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ബില്ലിന് നമ്മൾ ബില്ലുകളും വൗച്ചറുകളും എല്ലാം കൂടി ഈ ബില്ലിനോടൊപ്പം സമർപ്പിക്കുമ്പോൾ അത് നമ്മൾ ക്രോസ് ചെയ്തിട്ട് ക്യാൻസൽഡ് എന്ന് ബില്ലിൽ എഴുതും. ക്യാൻസൽഡ് എന്ന സീലടിക്കും, അല്ലെങ്കിൽ ചോപ്പ് മഷിയിൽ ക്രോസ് ചെയ്തിട്ട് എഴുതും. അപ്പൊ അത് ബില്ലുകൾ ക്യാൻസൽ ചെയ്തിട്ട് ആ ബില്ലിനോടൊപ്പം ക്യാൻസൽ, അത് പിന്നീട് ഉപയോഗിക്കാൻ കഴിയില്ല. മറ്റ് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റുകളാണ്, ഇപ്പോൾ ഒരു സറണ്ടർ ചെയ്യേണ്ട സമയത്ത് വന്ന ഡ്യൂട്ടി സർട്ടിഫിക്കറ്റുകളാണെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്യില്ല വൗച്ചർ. അവിടെ നോട്ടഡ് ഇൻ ദ SB എന്നൊക്കെ പറഞ്ഞ് ഈ പിന്നെ ബില്ല് സബ്മിറ്റ് ചെയ്യുന്ന ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസർ സൈൻ ചെയ്യുക. അപ്പോൾ ഈ ബില്ലിനോടൊപ്പം വെക്കുന്ന വൗച്ചറുകളെ സംബന്ധിച്ചിടത്തോളം ചിലത് ക്യാൻസൽ ചെയ്യുന്നതുണ്ട്, ക്യാൻസൽ ചെയ്യാത്തതുണ്ട്. ഇവിടെ നമ്മൾ പറയുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, റവന്യൂ റീഫണ്ടിനെ സംബന്ധിച്ച വൗച്ചറുകൾ ക്യാൻസൽ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഒരു കമന്റ് ആയിട്ട് നമ്മൾ KTC എക്സാമിന് ചോദിക്കാവുന്നതാണ്. അപ്പൊ എല്ലാ സബ് വൗച്ചറുകളും അത് എത്ര ചെറിയ തുകയ്ക്കുള്ളതായിരുന്നാലും ട്രഷറി ഓഫീസർ അക്കൗണ്ടന്റ് ജനറലിനെ അയച്ചു കൊടുക്കേണ്ടതാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഡെപ്പോസിറ്റുകൾ തിരികെ നൽകലാണ്. അപ്പൊ വിശദമായ അക്കൗണ്ടുകൾ സൂക്ഷിച്ചിട്ടില്ലാത്ത ഡെപ്പോസിറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവ തിരികെ നൽകുന്നതിന് അക്കൗണ്ടന്റ് ജനറലിന്റെ അനുമതി ആവശ്യമാണ്. ഒരു ട്രഷറിയിൽ വിശദമായ അക്കൗണ്ട് സൂക്ഷിച്ചിട്ടില്ല, അങ്ങനെയുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കുന്നതിന് അക്കൗണ്ടന്റ് ജനറലിന്റെ അനുമതി ആവശ്യമാണ്. അക്കൗണ്ടന്റ് ജനറൽ ആ തുക യഥാർത്ഥത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ എന്നും അത് ഗവൺമെന്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യവും മറ്റും പരിശോധിച്ച ശേഷം, ഒരു ഡിപ്പോസിറ്റ് തിരികെ നൽകാനുള്ള നടപടിക്രമമാണ് ഞാൻ പറഞ്ഞത്. അത് ബന്ധപ്പെട്ട ട്രഷറിയിൽ അതിന്റെ അക്കൗണ്ടുകൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മൾ നേരെ അക്കൗണ്ടന്റ് ജനറലിന് കൊടുക്കണം. ആ അക്കൗണ്ടന്റ് ജനറൽ എന്തൊക്കെ പരിശോധിക്കും? ആ തുക യഥാർത്ഥത്തിൽ ട്രഷറി സ്വീകരിച്ചിട്ടുണ്ടോ, അത് ഗവൺമെന്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ പരിശോധിച്ച ശേഷം പണം നൽകുന്നതിന് അനുമതി നൽകും. ആര്? അക്കൗണ്ടന്റ് ജനറൽ. ട്രഷറി ഓഫീസർ ആ ഇനം സ്വീകരിച്ചിട്ടുണ്ടെന്നും അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നും അത് നേരത്തെ തിരികെ നൽകിയിട്ടില്ലെന്നുമുള്ള കാര്യം ഈ ക്ലെയിം ചെയ്ത അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി അടക്കം പണം ലഭിക്കുന്നതിന് അയാൾക്ക് അവകാശമുണ്ടെന്നുള്ള കാര്യവും അപേക്ഷയിൽ ഒപ്പുവെക്കുന്ന ഓഫീസർ സർട്ടിഫൈ ചെയ്യേണ്ടതാണ്. അപ്പൊ ഇദ്ദേഹം ഒരു ക്ലെയിമന്റ് ഒരു അപേക്ഷയായിട്ട് വന്നു, എന്റെ ഡിപ്പോസിറ്റ് തിരികെ കിട്ടണം. അപ്പൊ ഡിപ്പോസിറ്റ് തിരികെ കിട്ടാനുള്ള നടപടിക്രമങ്ങളാണ് പറഞ്ഞത്. അത് ട്രഷറിയിൽ അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം ഇല്ലെങ്കിൽ അത് AG പരിശോധിക്കും. പരിശോധിച്ചതിന് ശേഷം ട്രഷറി ഓഫീസർ ഈ ഇനം നമ്മൾ ഈ അപേക്ഷ സർട്ടിഫൈ ചെയ്യുന്ന ഒരു ഓഫീസർ ഉണ്ടാകും. ആ ഓഫീസർ പണം അയാൾക്ക് ലഭിക്കുന്നതിനുള്ള അർഹതയുണ്ടെങ്കിൽ അത് കാര്യം രേഖപ്പെടുത്തണം. നേരത്തെ അദ്ദേഹത്തിന് തിരികെ നൽകിയിട്ടില്ല എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇയാള് ഐഡന്റിറ്റി തെളിയിക്കണം, ഇയാൾ തന്നെയാണ് ക്ലെയിം ഉള്ള ഇയാൾ തന്നെയാണ് എന്നുള്ള കാര്യവും, ഈ പണം ട്രഷറി നേരത്തെ സ്വീകരിച്ചിട്ടുള്ളതാണ്, അയാൾക്ക് തിരികെ കൊടുത്തിട്ടില്ല, ഇതിനു മുന്നേ തിരികെ കൊടുത്തിട്ടില്ല, അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യം ഈ ഓഫീസർ സർട്ടിഫൈ ചെയ്യേണ്ടതാണ്. ഇനി റവന്യൂ ഡിപ്പോസിറ്റുകൾ തിരികെ നൽകുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഈ റവന്യൂ ഡിപ്പോസിറ്റ് തിരികെ നൽകുന്നതിന് ഒരു കോടതിയുടെ ഉത്തരവോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് സ്വീകരിച്ച അധികാര കേന്ദ്രത്തിന്റെ ഉത്തരവോ ആവശ്യമാണ്. ഒന്നുകിൽ ഒരു റവന്യൂ ഡിപ്പോസിറ്റ് തിരികെ നൽകാൻ കോടതിയുടെ ഉത്തരവ് വേണം, അല്ലെങ്കിൽ ഈ ഡിപ്പോസിറ്റ് സ്വീകരിച്ച അധികാരി ആരാണോ അയാളുടെ ഉത്തരവ് വേണം. ഇനിയിപ്പോ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ ഒരു റവന്യൂ ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടി നിരതദ്രവ്യം കെട്ടിവെക്കുക. ഒരു ടെൻഡർ വിളിക്കുന്ന സമയത്ത് അതിനൊരു മാർജിനൽ മണി നമ്മൾ എപ്പോഴും കെട്ടിവെക്കേണ്ടതായിട്ട് വരും. അതിന് ഏണസ്റ്റ് മണി എന്നാ പറയുക. ഏണസ്റ്റ് മണി, ഇംഗ്ലീഷിൽ ഏണസ്റ്റ് മണി, മലയാളത്തിൽ നിരതദ്രവ്യം എന്ന് പറയും. ആ നിരതദ്രവ്യം നമുക്ക് ടെൻഡർ നമ്മൾ വിളിച്ച് നമുക്കല്ല എങ്കിൽ അത് കഴിഞ്ഞ് നമുക്ക് ആ പണം തിരികെ കിട്ടും. അതൊരു റവന്യൂ ഡിപ്പോസിറ്റ് തിരികെ നൽകലാണ്. ഈ നിരതദ്രവ്യം തിരിച്ചു നൽകുന്നത് ഒരു റവന്യൂ ഡിപ്പോസിറ്റ് തിരികെ നൽകലാണ്.
ഇപ്പൊ ടെൻഡറിൽ പങ്കെടുക്കുന്നതിലേക്കായി മറ്റൊരു സ്റ്റേറ്റിൽ നൽകിയിട്ടുള്ള നിരതദ്രവ്യം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഓഫീസർ അക്കൗണ്ടന്റ് ജനറൽ മുഖേന തിരികെ നൽകുന്നതിനുള്ള വ്യവസ്ഥ ചെയ്യും. വേറൊരു സ്റ്റേറ്റിലാണ് ഈ നിരതദ്രവ്യം കെട്ടി അയാൾ ടെൻഡറിൽ പങ്കെടുത്തതെങ്കിൽ ആ നിരതദ്രവ്യം അയാൾക്ക് അക്കൗണ്ടന്റ് ജനറൽ മുഖേനമാണ് തിരികെ കിട്ടുകയുള്ളൂ. ഇനി സിവിൽ കോടതി ഡിപ്പോസിറ്റുകൾ തിരികെ നൽകൽ. സിവിൽ കോടതിയിൽ നിന്നും കിട്ടേണ്ട ഏതെങ്കിലും തുകയ്ക്കായി അവകാശവാദം ഉന്നയിക്കുന്ന ഏതെങ്കിലും വ്യക്തി അത് തൻ്റെ അപേക്ഷയോടൊപ്പം തുകയ്ക്കുള്ള റെസീറ്റ് കൂടി സമർപ്പിക്കേണ്ടതാണ്. ആ തുക കിട്ടുന്ന അപേക്ഷയോടൊപ്പം തന്നെ തുകയ്ക്കുള്ള റെസീറ്റും സമർപ്പിക്കേണ്ടതാണ്. ഇനി റവന്യൂ ഡിപ്പോസിറ്റോ ക്രിമിനൽ കോർട്ട് ഡിപ്പോസിറ്റോ തിരികെ നൽകുന്നതിനുള്ള ഏതൊരു ഉത്തരവിലും ആ ഉത്തരവ് പുറപ്പെടുവിച്ച സാമ്പത്തിക വർഷം അവസാനിച്ച ശേഷമോ അല്ലെങ്കിൽ ഉത്തരവ് തീയതി മുതൽ 3 മാസത്തിന് ശേഷമോ ഇതിൽ ഏതാണ് ആദ്യം വരുന്നത് അതിനുശേഷം പേയ്മെന്റ് നടത്തുന്നതിനുള്ള വിവരം ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പൊ റവന്യൂ ഡിപ്പോസിറ്റോ ക്രിമിനൽ കോർട്ട് ഡിപ്പോസിറ്റോ തിരികെ കൊടുക്കാൻ ഒന്നുകിൽ തിരികെ കൊടുക്കാനുള്ള ഉത്തരവ് തീയതി മുതൽ 3 മാസം, അല്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ ഇയറിൽ അവസാനത്തെ തീയതി തൊട്ടടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് ആ ഉത്തരവിന് പ്രാബല്യം ഉണ്ടായിരിക്കില്ല. ഏതാണോ ആദ്യം വരുന്നത് അത്, ഒന്നുകിൽ 3 മാസമാണ് ആദ്യം വരുന്നതെങ്കിൽ അത് ആ ഡേറ്റിൽ അത് കഴിഞ്ഞു. അല്ലെങ്കിൽ ഇപ്പോൾ ഫെബ്രുവരി 1-ാം തീയതി ആണെങ്കിൽ ആദ്യം വരുന്നത് ഏതാ, ആ സാമ്പത്തിക വർഷമാണ് മാർച്ച് 31 പറഞ്ഞത് ആദ്യം വരുന്നത്, ആ തീയതി വരെ അതിന് പ്രാബല്യം ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനി ട്രഷറിയിൽ നിന്നുള്ള ചെക്ക് മുഖേന പേഴ്സണൽ അക്കൗണ്ടിന്റെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥനൊപ്പിട്ട ഒരു ചെക്ക് അത് പുറപ്പെടുവിച്ച 3 മാസത്തിനുള്ളിൽ സമർപ്പിച്ചാൽ മാത്രമേ ആ ചെക്കിന്മേൽ ട്രഷറി പണം നൽകാൻ പാടുള്ളൂ. നമുക്കറിയാം പേഴ്സണൽ ഡിപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒന്ന് നമുക്കുണ്ടാവും, PD അക്കൗണ്ട്. എന്താ PD അക്കൗണ്ടിലെ സംഖ്യ? PD അക്കൗണ്ടിലെ സംഖ്യ എന്ന് പറയുന്നത് സർക്കാർ റവന്യൂ അല്ല, എന്നാൽ അത് സർക്കാരിന്റെ കണക്കിൽ വരുന്നതാണ്. അത് അതിനാണ് ട്രഷറിയിൽ വേറൊരു പേഴ്സണൽ ഡിപ്പോസിറ്റ് ആരംഭിച്ച് അതിൽ ഈ പണം ഇടുന്നത്. അതിൽ ഈ പണം ഇട്ടാൽ നമുക്ക് ആ പണം ആവശ്യമുള്ള DDOയ്ക്ക് ആ പണം ആവശ്യമുള്ള സമയത്ത് അത് ചെക്ക് വഴി വിഡ്രോ ചെയ്യാം. നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പേഴ്സണൽ PD അക്കൗണ്ട് ട്രഷറിയിലുള്ള ഒരു അക്കൗണ്ടാണ്. ആ PD അക്കൗണ്ടിൽ ചെക്കിട്ട ഡേറ്റ്, ചെക്ക് നമ്മൾ എഴുതി ഒപ്പിട്ടു, പിന്നെ ക്യാഷ് ചെയ്തില്ല, പിന്നെ ചെക്ക് അവിടെ വെച്ചു. 3 മാസം കഴിഞ്ഞ് ആ ചെക്ക് ഇൻവാലിഡായി. 3 മാസം കഴിഞ്ഞാൽ നമ്മൾ ആ ചെക്ക് ക്യാൻസൽ ചെയ്ത് വേറൊരു ചെക്ക് എഴുതിയിട്ട് കൊടുക്കണം. അപ്പോൾ ആ ചെക്കിന് 3 മാസത്തെ വാലിഡിറ്റി മാത്രമേ ഡേറ്റ് ഇട്ട ചെക്കിന് ഉള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം. ട്രഷറിയിലെ പേഴ്സണൽ ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ നിന്നും തുക അറ്റാച്ച് ചെയ്യുന്നതിന് കോടതിയിൽ നിന്നും ഉത്തരവ് ലഭിച്ചാൽ ട്രഷറി ഓഫീസർ ഫോറം TR 42 മുഖേന പേഴ്സണൽ ഡെപ്പോസിറ്റിൽ നിന്നും ആ തുക പിൻവലിച്ച് ബന്ധപ്പെട്ട കോടതിയിൽ നൽകാവുന്നതാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, PD അക്കൗണ്ടിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ PD അക്കൗണ്ടിൽ കുറേ പൈസ ഉണ്ട്. ആ പൈസയിൽ നിന്ന് ഒരു കോടതി ഉത്തരവ് വരികയാണ്, ആ PD അക്കൗണ്ടിൽ നിന്ന് ഇത്ര രൂപ അറ്റാച്ച് ചെയ്യണം, അത് പിടിച്ച് കോടതിയിൽ അടയ്ക്കണം എന്ന് ഉത്തരവ് വന്നാൽ അത് നമ്മൾ DDOയോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ട്രഷറി ഓഫീസർക്ക് TR 42 മുഖേന PD അക്കൗണ്ടിൽ നിന്നും കോടതി പറഞ്ഞ തുക റിക്കവർ ചെയ്ത് അറ്റാച്ച് ചെയ്ത് ആ കോടതിയിൽ അടയ്ക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത പറയേണ്ട പോയിന്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സംബന്ധിക്കുന്ന ഏണസ്റ്റ് മണി നിരതദ്രവ്യം തിരിച്ചു നൽകുന്നതിന് ഒരു ഉത്തരവ് നൽകുന്നതിനുള്ള അധികാരം ഡിവിഷണൽ ഫോറസ്റ്റർക്കും മാത്രമാണ്. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ടെൻഡർ ഉണ്ടെങ്കിൽ നമ്മൾ ആ ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മൾ നിരതദ്രവ്യം കെട്ടിവെച്ചിട്ടുണ്ടാവും, അഥവാ ഏണസ്റ്റ് മണി കെട്ടിവെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിരതദ്രവ്യത്തിൽ കെട്ടിവെച്ച നിരതദ്രവ്യം നമ്മൾ ടെൻഡറിൽ പങ്കെടുത്തെങ്കിലും പക്ഷെ നമ്മൾക്ക് ടെൻഡർ ലേലത്തിൽ പിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമുക്ക് നിരതദ്രവ്യം തിരിച്ചു കിട്ടും. ആ തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം, അത് ഉത്തരവ് നൽകുന്നതിനുള്ള അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്കും മാത്രമേ ഉള്ളൂ. ആർക്കാണ്? ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്കും മാത്രം ആ ഉത്തരവിടാൻ, തിരികെ നൽകാനുള്ള ഉത്തരവിടാനുള്ള അധികാരം. ഇത്തരം ഡിപ്പോസിറ്റ്, ഈ നിരതദ്രവ്യം ഭാഗികമായിട്ട് തിരികെ കൊടുക്കാൻ പാടില്ല. അതായത് ഇപ്പോൾ ഒരു 50,000 രൂപയാണ് നിരതദ്രവ്യം വെച്ചതെങ്കിൽ 25,000 ഇപ്പം കൊടുത്ത് 25,000 പിന്നെയല്ല, 50,000 പൂർണ്ണമായിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഭാഗികമായിട്ട് ആ നിരതദ്രവ്യം, ഏണസ്റ്റ് മണി, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിക്കുന്ന നിരതദ്രവ്യം ഭാഗികമായി തിരികെ കൊടുക്കാൻ വ്യവസ്ഥയില്ല.
ഈ കൊടുക്കാൻ ഉത്തരവ് നൽകുന്നതിനുള്ള അധികാരം, ഇങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏണസ്റ്റ് മണി തിരിച്ചു നൽകാൻ ഉത്തരവ് നൽകുന്നതിനുള്ള അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് മാത്രമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ കേട്ട, ഈ കണ്ടന്റുകളൊക്കെ ശ്രദ്ധിച്ച് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.